കരകട്ടൂർ ദൈവങ്ങളും കാവേരി തീർത്ഥങ്ങളും അല്ലെ. കാസർഗോട്ടെ ഈ വർഷത്തെ എൻ്റെ അവസാന തെയ്യം കാണാനാണ് ഞാൻ ഈ ആവേശത്തിൽ പോകുന്നത്. അവിടെ എത്തിയതും ആദ്യം കണ്ടത് വിറകുകൾ കൊണ്ട് ഉയരത്തിൽ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കൂറ്റൻ മലയാണ്. 1001 കൊള്ളി പ്ലാവ് വിറകാണ് ആ കാണുന്നത്. അതിന്റെ പുറകിലെ കഥ ഞാൻ പറയാം. അപ്പോൾ ഞാൻ കാണാൻ വന്നിരിക്കുന്ന തെയ്യമാണ് തീച്ചാമുണ്ടി അഥവാ കാസർഗോട്ടുകാരുടെ ഒറ്റക്കോലം. ചിന്നു പറഞ്ഞ തെയ്യക്കഥകളിൽ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഈ ഒറ്റക്കോലം. ചെറുപ്പം മുതലേ തീ എന്ന് കേട്ടാൽ തന്നെ പേടിയാവുന്ന എനിക്ക് അതിലേക്കൊരാൾ ചാടുമെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെളുപ്പിന് 4 മണിക്ക് തുടങ്ങാൻ പോകുന്ന ഒറ്റക്കോലത്തിന്റെ തുടങ്ങലും കുളിച്ചുതോറ്റവുമാണ്. ഈ ഒരു സ്ഥലപരിധിയിലുള്ള ഭഗവാന്റെ ദർശനം കിട്ടിയ വെളിച്ചപ്പാടുകളാണ് ആ വാളുമായി ആ കൂറ്റൻ പ്ലാവ് വിറകിന് തീയിട്ടത്. ആ തീയുടെ കനലിലേക്കാണ് ഒറ്റക്കോലം ചാടാൻ പോകുന്നത്. തുടങ്ങൽ കഴിഞ്ഞിട്ടുള്ള കുളിച്ചുതോറ്റമാണിത്. ഇതാ പിച്ചേട്ടൻ, ഇദ്ദേഹമാണ് ഇന്നത്തെ ഒറ്റക്കോലം കിട്ടുന്നത്. ഭഗവാൻ തീയുടെ ചുറ്റും ഓടാൻ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലെ പേടി ഒന്നുകൂടെ വർദ്ധിച്ചു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും ഒരു കൂസലും ഇല്ലാതെ മെസ്സി ഇന്നും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ പ്രദേശവാസികളുടെ കൈകൊട്ടിക്കളിയും ഉണ്ടായിരുന്നു. അല്പനേരം അതും കണ്ടിരുന്നിട്ട് വേഗം വീട്ടിലേക്ക് വിട്ടു. കാരണം ഇനി 3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങാൻ കിട്ടുക. 4 മണിക്ക് എണീറ്റ് ഒട്ടും സമയം കളയാതെ തെയ്യത്തിന് മുന്നിലെത്തി. അപ്പോഴേക്കും തീ ചുട്ടുപൊള്ളുന്ന കനലായി മാറിയിരുന്നു. ഇനി ഒറ്റക്കോലത്തിന്റെ ഐതിഹ്യം പറഞ്ഞുതരാം. ഹിരണ്യകശിപുവിനെ വധിക്കാനായി വിഷ്ണുമൂർത്തി അവതാരമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഭഗവാനെ 33 കോടി ദൈവങ്ങളും സ്തുതിക്കുന്ന സമയത്ത് അഗ്നിദേവൻ മാത്രം മാറി നിന്നു. അങ്ങനെ ചെയ്ത ആ അഗ്നിയുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാനായി അഗ്നി ഒരു കൂമ്പാരമാക്കിയിട്ട് അതിലേക്ക് എടുത്തു ചാടി അഗ്നിയുമായി ആയോധനം ചെയ്ത് അഗ്നിയെ വെണ്ണീറാക്കുന്ന ഭഗവാൻ. ഒരുപാട് ഐതിഹ്യങ്ങളിൽ ഒന്ന് മാത്രമാണിത്. കണ്ണൻ എന്ന തീയച്ചക്കൻ ചാമുണ്ടിയായ കഥയും പ്രസിദ്ധമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതോടുകൂടി എൻ്റെ ഈ വർഷത്തെ തെയ്യം കാണലും തെയ്യക്കഥകളും ഇവിടെ അവസാനിക്കുകയാണ്. കഥ പറച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഇനി ജീവിതമെന്ന തെയ്യത്തിലെ കഥകളുമായി വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആവട്ടെ.